ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പുണ്യമിശിഹായെ, നിനക്ക് പൂജരാജാക്കന്മാർ സമ്മാനങ്ങൾ നൽകിയതുപോലെ ഞങ്ങൾ ഈ തിരുവചന ധ്യാനത്തിലൂടെ നിനക്ക് സമ്മാനങ്ങൾ നൽകാനും അങ്ങനെ നിൻ്റെ സ്വന്തമായി തീരാനും ഞങ്ങളെ ആഗ്രഹിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സന്ദർശിക്കുകയും ഞങ്ങളുടെ ജീവിതത്തെ ചൈതന്യവൽക്കരിക്കുകയും ചെയ്യട്ടെ. സകല വൃന്ദമാലാഖമാരെ, ക്രോവന്മാരെ, ശ്രാപ്യന്മാരെ, ഉണ്ണിമിശിഹായ്ക്ക് ആരാധന പാടിയവരെ, ഞങ്ങളും ഉണ്ണിമിശിഹായുടെ മക്കളായി തീരാൻ ഈ ധ്യാനത്തിലൂടെ അവിടുന്ന് സഹായിക്കട്ടെ. ഞങ്ങളുടെ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്ത് നന്മയിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ. ആമീൻ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 5:38 മുതലുള്ള തിരുവചനങ്ങൾ. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. വലത് കരണത്തടിക്കുന്നവന് മറ്റേ കരണം കൂടെ കാണിച്ചു കൊടുക്കുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടെ കൊടുക്കുക. ഒരു മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ 2 മൈൽ ദൂരം പോകുക. ചോദിക്കുന്നവന് കൊടുക്കുക. വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. ജെറോമ് ഉണ്ണിമിശിഹായുടെ പുൽക്കൂടിനടുത്തിരുന്ന് ഇങ്ങനെ പറയാണ്, ഉണ്ണീശോയെ, നിനക്ക് പൂജരാജാക്കന്മാര് സമ്മാനങ്ങൾ നൽകിയതുപോലെ ഞാൻ സമ്മാനം നൽകാൻ ആഗ്രഹിക്കുകയാണ്. നിനക്ക് എന്താണ് വേണ്ടേ? ഞാൻ എൻ്റെ കഴിവ് വേണമെങ്കിൽ ഉണ്ണീശോയെ നിനക്ക് തരാം. നിനക്ക് അത് എൻ്റെ സമ്മാനമായിട്ട് മതിയോ എന്ന് ചോദിക്കുക. ഇപ്പോൾ പുൽക്കൂട്ടിലുള്ള ഉണ്ണിമിശിഹ കണ്ണു തുറന്നിട്ട് ജെറോമിനോട് പറഞ്ഞു, ജെറോമേ, എനിക്ക് നിന്റെ കഴിവിൻ്റെ സമ്മാനങ്ങൾ എനിക്ക് വേണ്ട. അപ്പോൾ ജെറോമിനാകെ വിഷമായിട്ട് വെച്ചു, പിന്നെ ഞാൻ എന്താ നിനക്ക് തരണ്ടേ? ഞാൻ ചെയ്ത കുറേ നന്മ പ്രവൃത്തികൾ നിനക്ക് ഈ ദിവസങ്ങൾ കാഴ്ചയായിട്ട് നൽകിയാലോ എന്ന് ചോദിക്കുക. അപ്പോൾ ഉണ്ണീശോ ഇങ്ങനെ ചിരിച്ചിട്ട് പറഞ്ഞു, നീ അതെനിക്ക് തന്നോ, പക്ഷേ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സമ്മാനം അതല്ല എന്ന് പറയാം. ഇപ്പോഴും ഈ പറയുന്ന ജെറോമിനാകെ സങ്കടമായി. പിന്നെ ഇനി ഈശോയ്ക്ക് എന്താ കൊടുക്കുക? ഈശോയുടെ അടുത്ത് പറഞ്ഞു, ദേൻ്റെ ഇത്ര നാളുള്ള സമ്പാദ്യം വേണമെങ്കിൽ ജെറോമായ ഞാൻ നിനക്ക് തന്നാലോ. ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാരോട് ഒക്കെ ചോദിച്ചിട്ട് എൻ്റെ സമ്പാദ്യം, സ്വർണവും അല്ലെങ്കിൽ ഈ പൂജരാജാക്കൾ തന്നതുപോലെ നിനക്ക് തരാമെന്ന് പറയാം. അപ്പോൾ ഉണ്ണിമിശിഹ ചിരിച്ചിട്ട് പറഞ്ഞു, എനിക്ക് നിന്റെ സമ്പാദ്യവും വേണ്ട, നിന്റെ സ്വർണവും നിന്റെ വെള്ളിയോ ഒന്നും വേണ്ടെന്ന്. അപ്പോൾ ജെറോമിനാകെ വിഷമായിട്ട് പറഞ്ഞു, ഇനി ഞാൻ എന്താ തരും, എനിക്ക് അറിയില്ല എന്നിങ്ങനെ പറയാം. അപ്പോൾ ഉണ്ണീശോ ഇങ്ങനെ ജെറോമിൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് ജെറോമിൻ്റെ അടുത്ത് ഇങ്ങനെ ചേർന്ന് നിന്നിട്ട് പറഞ്ഞു, ജെറോമേ, നീ എനിക്ക് തരേണ്ടത് ഇതൊന്നുമല്ല. നീ തരേണ്ടത് നിന്റെ ഉള്ളിലുള്ള പാപത്തിൻ്റെ അവസ്ഥകളുണ്ടെങ്കിൽ അത് നീ എനിക്ക് സമ്മാനമായിട്ട് തരണം. അതായത് നീ നിന്റെ പാപം ഉപേക്ഷിച്ച് നീ നിൽക്കുമ്പോഴാണ് നിനക്ക് എൻ്റെ മകനാവാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഉണ്ണിമിശിഹായായ ഞാൻ നിന്റെ ഹൃദയത്തിൽ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ജെറോമിനെ ഉണ്ണീശോ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. പാപം ഇല്ലാത്തവരുടെ ഉള്ളിലാണ് ഉണ്ണീശോ പിറക്കുള്ളൂ എന്നുള്ളത്. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലുള്ള ശരിക്കുമുള്ള സന്തോഷം കണ്ടെത്താതെ പോകുന്നതിൻ്റെ കാരണമായിട്ട് ഉണ്ണിമിശിഹ നമ്മളോട് പറയുന്നത് നിന്റെ ജീവിതത്തിലുള്ള പാപത്തിൻ്റെ അവസ്ഥകളാണ്. നീ ഏതെങ്കിലും രീതിയിലുള്ള പാപത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ തോൽവി സംഭവിക്കുമെന്നും നിന്റെ ജീവിതം നിരാശയിലേക്ക് കൂപ്പുകുത്തും എന്നാണ് തിരുവചനം പറയുന്നത്. അത് പഴയ നിയമത്തിൻ്റെ കുറേ സംഭവങ്ങൾ നമ്മളൊന്ന് വ്യാഖ്യാനിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇസ്രായേലിൻ്റെ ചരിത്രം മാത്രം ഒന്ന് ഈ സമയത്തിൻ്റെ കുറവിൻ്റെ പേരിൽ അച്ഛൻ പറയാൻ ആഗ്രഹിക്കും. ഇസ്രായേൽ ഒത്തിരി യുദ്ധങ്ങൾ ജയിച്ച, അല്ലെങ്കിൽ ഒത്തിരി പടയോട്ടങ്ങൾ ജയിച്ച ഗ്രൂപ്പാണ് ഇസ്രായേൽ. ഇസ്രായേൽ എപ്പോഴാണ് വിജയങ്ങൾ നേടിയിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അവർ പാപം ചെയ്യാതെ ജീവിച്ച സമയത്താണ് ദൈവത്തിൻ്റെ അനുഗ്രഹം അവരിലേക്ക് നിറഞ്ഞിട്ടുള്ളത് എന്ന് പറയാം. എപ്പോൾ അവർ പാപം ചെയ്തിട്ടുണ്ടോ ആ സമയങ്ങളിലൊക്കെ അവർ തോൽവി എന്താണെന്ന് പൂർണ്ണതയിൽ അവരറിഞ്ഞിട്ടുണ്ട്.
അതൊരു ചെറിയൊരു ഉദാഹരണത്തിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. അത് ജോഷുവ ഇങ്ങനെ ഒരു യുദ്ധത്തിനൊക്കെ പോണ സമയത്ത്, ജോഷുവയും കൂട്ടരും കൂടെ പോണ സമയത്ത് അവരൊരു യുദ്ധത്തിൽ ഇങ്ങനെ പരാജയപ്പെടുക. അപ്പൊ ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ഇസ്രായേൽക്കാർക്ക് ആകെ സങ്കടം. എന്തുകൊണ്ടാണ് ഈ യുദ്ധത്തിൽ നമ്മൾ തോറ്റത്? ഈ യുദ്ധത്തിൽ എന്തുകൊണ്ട് തോറ്റേന്ന് ചോദിക്കുമ്പോൾ അതിന് കാരണമായിട്ട് ജോഷുവ ഇങ്ങനെ ദൈവത്തിന്റെ മുമ്പിൽ കിടന്നിട്ട് എന്തേ ഞങ്ങൾ തോറ്റു എന്ന് പറയുമ്പോൾ ജോഷുവയുടെ അടുത്ത് ദൈവം പറയണത് ഇങ്ങനെയാണ്: ജോഷുവ, നിന്റെ കൂട്ടത്തിലുള്ള ഇസ്രായേൽ മക്കള് പാപം ചെയ്തതുകൊണ്ട് ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്ന് പറയാം. ചോദിച്ചാൽ ആരാന്ന് ചോദിക്കുമ്പോൾ ദൈവം ഇങ്ങനെ പേര് വെളിപ്പെടുത്തിയിട്ട് പറയാ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആഗാൻ എന്ന് പറയുന്ന മനുഷ്യൻ അവൻ്റെ അടുത്ത് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം, കൊള്ള മുതൽ സൂക്ഷിക്കരുത് എന്ന് പറഞ്ഞ കാര്യം, അവനത് സൂക്ഷിച്ചതിൻ്റെ പേരിലാണ് ഇത്രയും പേരുടെ തോൽവിക്ക് ഈ യുദ്ധത്തിൽ പരാജയപ്പെടാനുള്ള കാരണമെന്ന് ദൈവം അവനെ പഠിപ്പിക്കുക, ജോഷുവയെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ഇനി ഈ തിരുവചന ധ്യാനത്തിലായിരിക്കണം നമ്മളൊന്ന് ഓർക്കേണ്ടത്, ഞാൻ കാരണം എൻ്റെ കുടുംബത്തിലും അല്ലെങ്കിൽ എൻ്റെ ഇടവകയിലും ഒക്കെ അഭിഷേകം നിറയുകയാണോ അതോ കുറയുകയാണോ ചെയ്യുന്നത് എന്ന്. എൻ്റെ ഇടവകയിലും എൻ്റെ കുടുംബത്തിലും ഞാനുമായിരിക്കുന്ന മേഖലയിൽ അഭിഷേകം നിറയണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പാപത്തിൻ്റെ ഒരു പുഴുക്കുത്ത് ഇല്ലാതിരിക്കണം എന്ന് തിരുവചനം പറയാം. ഉണ്ണീശോയെ കണ്ടവരുടെയൊക്കെ ജീവിതം പരിശോധിച്ചാൽ അവരത്രയും നൈർമല്യത്തോടുകൂടെ പാപമില്ലാത്ത മനുഷ്യരായിരുന്നു എന്നാണ് പറയുന്നത്. പാപം ചെയ്യാത്ത ആട്ടിടയർക്കാണ് ഈശോയെ കാണാൻ പറ്റിയത്. എല്ലാ ആട്ടിടയർക്കും ഈശോയെ കാണാൻ പറ്റിയിട്ടില്ലേ സ്നേഹമുള്ളവരെ? ആ നാട്ടിൽ കുറേ രാജാക്കന്മാരുണ്ടായിരുന്നു. അവർക്ക് എല്ലാ രാജാക്കന്മാർക്കും അല്ലെങ്കിൽ ജ്ഞാനികളായ രാജാക്കന്മാർക്കും ഈശോയെ കാണാൻ പറ്റിയിട്ടില്ല. ഈശോയെ കാണാൻ പറ്റിയത് പാപത്തിൽ വീഴാതെ ജീവിച്ച മനുഷ്യർക്ക് മാത്രമായിരുന്നു എന്ന് തിരുവചനം പറയാം. പരിശുദ്ധ മറിയത്തിന്റെയും വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെയും വൺ ഓഫ് ദി ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് പാപമില്ലാത്ത നിർമ്മലമായ ഒരു ജീവിതമായിരുന്നു. അതുകൊണ്ടാണ് ഈശോട് വന്ന് പിറന്നത്. നമ്മൾ ക്രിസ്തുമസിനെ ഒരു പ്രതീകാത്മകമായിട്ടൊന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം കണ്ടെത്താം. ഈശോ എവിടെയാ നിന്നേ അല്ലെങ്കിൽ കിടന്നേന്ന് ചോദിക്കുമ്പോൾ അത് പുൽത്തൊഴുത്തിലായിരുന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയാം പുൽത്തൊഴുത്തിന്റെ പ്രത്യേകത എന്താ? അത് ചീത്ത ദുർഗന്ധമുള്ള സ്ഥലമാണ്. അവിടെ കന്നുകാലികളുള്ള അതല്ലെങ്കിൽ ചപ്പുചവറുകളൊക്കെ അങ്ങനെ കിടക്കുന്ന സ്ഥലമാണ്. പക്ഷെ ആ സ്ഥലത്തേക്ക് അമ്മ മേരിയും വിശുദ്ധ യൗസേപ്പ് പിതാവും വന്ന് ആ സ്ഥലം വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ, ആ പുൽക്കൂട്ടിലുള്ള മാലിന്യങ്ങളൊക്കെ ഇങ്ങനെ നീക്കിക്കളഞ്ഞപ്പോഴാണ് പ്രവചനങ്ങളുടെ പുണ്യമായ അല്ലെങ്കിൽ ലോകം കാത്തിരിക്കുന്ന മിശിഹ ഭൂജാതനായത്. ആ ചപ്പുചവറുകളുടെ ഇടയിലല്ല മിശിഹ വന്ന് പറഞ്ഞിട്ടുള്ളത്, സത്രത്തിലല്ല വന്ന് പറഞ്ഞത്. ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്, ഈശോ എന്തുകൊണ്ടാണ് സത്രത്തിൽ വന്ന് പിറക്കാഞ്ഞ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം എന്തുകൊണ്ടാണ് നിഷേധിച്ച്, അല്ലെങ്കിൽ രാജകൊട്ടാരത്തിൽ പ്രവേശിച്ച്? അതിനൊക്കെ കാരണം പറയുന്നത് സത്രത്തിലാവട്ടെ രാജകൊട്ടാരത്തിലാവട്ടെ പാപത്തിന്റെ താഴ്വരകളായിട്ട് നിൽക്കുന്ന സ്ഥലമായിരുന്നു എന്ന് പറയണേ. ഹെറോദേസിന്റെ രാജകൊട്ടാരത്തിൽ വേണമെങ്കിൽ ഈശോ ജനിച്ചേനെ. എങ്ങനെയാണെങ്കിൽ ഹെറോദേസും ഹെറോദേസിന്റെ പത്നിയും അല്ലെങ്കിൽ രാജകുമാരിമാരും അല്ലെങ്കിൽ അവിടെയുള്ളവരും പാപം ചെയ്യാതെ ജീവിച്ചിരുന്നവരായിരുന്നെങ്കിൽ സംടൈംസ് ചിലപ്പോൾ ഈശോ ആ ഹെറോദേസിന്റെ ഭവനത്തിൽ അല്ലെങ്കിൽ ആ കൊട്ടാരത്തിൽ ജനിച്ചേനെ. ആ ജനിക്കാത്തതിന്റെ കാരണമായിട്ട് തോന്നുന്ന എൻ്റെ ഒരു വ്യാഖ്യാനമായിട്ട് അല്ലെങ്കിൽ കൂടുതൽ വലിയ വ്യാഖ്യാനമായിട്ട് ഒന്നും ചിന്തിക്കണ്ട. എൻ്റെ ഒരു വൺ ഓഫ് ദി പോസിബിലിറ്റി എന്ന് പറയുന്നത് അവിടെ ആ പരിസരത്ത് പാപത്തിന്റെ താഴ്വരയായിരുന്നു എന്ന് പറയുന്നത്. ഹെറോദേസ് ചെയ്യുന്ന അക്രമത്തിന്റെ അനീതിയുടെ കൊള്ളലാഭങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ടുള്ള ആ പാപത്തിന്റെ സ്ഥലമായതിന്റെ പേരിലാണ് അവിടെ ഈശോ പിറക്കാതിരുന്നത്. സത്യത്തിൽ ഇടം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അവിടെ പാപത്തിന്റെ താഴ്വരയായിരുന്നു എന്നുകൂടെ ഒന്ന് വ്യാഖ്യാനിച്ചാൽ നല്ലതാ. സത്രം എന്ന് പറയുന്നത് സ്നേഹമില്ലാത്ത സ്നേഹരാഹിത്യത്തിന്റെ സ്ഥലത്തിന്റെ പേരാ സത്രം. ആരൊക്കെ വന്നു പോണു, ചീത്തയായ മ്ലേച്ഛതയൊക്കെയുള്ള ലോഡ്ജിനേക്കാൾ തരം താണ സ്ഥലമായിരുന്നു സത്രം. അവിടേക്കാണ് ഈശോയ്ക്ക് ജനനം നിഷേധിക്കപ്പെടുന്നത്. ഈശോ പറഞ്ഞു, എനിക്കവിടെ വേണ്ട എന്ന് പറയുന്ന രീതിയിലാണ് ആ സത്രമുടമയെ കൊണ്ട് ആ അമ്മ മേരിയുടെ അടുത്ത് യൗസേപ്പ് പിതാവിനോടും പറയുന്നത്, ഇവിടെ സ്ഥലമില്ല, നിന്റെ മകന് പിറക്കാനുള്ള സ്ഥലമില്ല. നിന്റെ മകന് പിറക്കണമെങ്കിൽ അത് അത്രയും വൃത്തിയായ അതല്ലെങ്കിൽ പാപമില്ലാത്ത തൂമഞ്ഞിന്റെ പോലെ വിശുദ്ധിയുള്ള സ്ഥലത്തെ അവൻ പിറക്കുള്ളൂ എന്ന് അവനറിയാം. അതുകൊണ്ട് സത്രമുടമ പറഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. സത്രമുടമ പറഞ്ഞു, ഇവിടെയുള്ളവരൊക്കെ പാപികളുടെ സ്ഥലമാണ്, ഇവിടെ വന്ന് നിനക്ക് പറ്റില്ലത്. അങ്ങനെ പാപമില്ലാത്ത സ്ഥലം കണ്ടതിൻ്റെ പേരിലാണ് ആ സത്രത്തിൽ നിന്നും മാറി ആ പുൽത്തൊഴുത്തിൽ ഈശോ വന്ന് പിറന്ന് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം.
ഈ ഒരു തിരുവചനത്തിലൂടെ കടന്നു പോകുന്നവരൊന്ന് ഓർക്കേണ്ടത് ഇങ്ങനെയാണ്, ഇത്രയും ഒരു പശ്ചാത്തലമാണെങ്കിൽ ഉണ്ണിമിശിഹ എൻ്റെ ഉള്ളിൽ വന്ന് പിറക്കുമോ? പാപമില്ലാത്ത വഴിയിലാണ് എങ്കിൽ ഈശോ വന്ന് പിറക്കും എന്നുറപ്പാ. നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പാപം ഉണ്ടെങ്കിൽ പറക്കില്ല. പക്ഷെ നമ്മളിങ്ങനെ ഈ ഒരു നാടിൻ്റെ നടുമുറ്റത്തോടെയൊക്കെ കടന്നു പോകുമ്പോൾ പാപത്തിൻ്റെ പ്രലോഭനങ്ങളില്ലാത്ത ഒരു ഇഞ്ച് സ്ഥലമില്ലത് നമ്മൾ കാണുന്നില്ല. എല്ലാ മേഖലയിലും പത്രങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കണ സുവിശേഷം എന്ന് പറയണത് മോശത്തിൻ്റെ സുവിശേഷമല്ലേ? ഏറ്റവും മോശവൽക്കരിക്കപ്പെടുന്ന അല്ലെങ്കിൽ നിസാരവൽക്കരിക്കപ്പെടുന്ന ആത്മീയതയുള്ള നാടായിട്ട് നമ്മുടെ നാട് മാറല്ലേ? പാപത്തിന്റെ ഓരോ കണികകൾ ഇങ്ങനെ വീണ് അതിങ്ങനെ പരന്നുകൊണ്ടിരിക്കല്ലേ? ഒരു ദിവസത്തെ പേപ്പർ എടുത്ത് കാണിച്ചതാ, 6 മാസം മുമ്പുണ്ടായിരുന്ന കേസുകളുടെ എണ്ണം കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞ് ഇപ്പൊ പരിശോധിക്കുമ്പോൾ പുതിയ നിയമം അനുസരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ റിപ്പോർട്ടുകൾ വരുന്നത് 6 മാസം ചെയ്തതിന്റെ ഇരട്ടിയാണ് ക്രിമിനൽ ടെൻഡൻസികൾ ഇവിടെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം അപ്പച്ചന്മാര് മക്കളെ പോലും ലൈംഗികമായിട്ട് ദുരുപയോഗിക്കുന്ന, സ്വന്തം മക്കളെപ്പോലും അല്ലെങ്കിൽ അപ്പനെപ്പോലും കൊന്ന് വഴിയോരങ്ങളിൽ വലിച്ചെറിയണ നാടായിട്ട്, ജന്മം കൊടുത്ത അമ്മയെപ്പോലും പെറ്റ തള്ളയെപ്പോലും വഴിയോരങ്ങളിൽ ഉപേക്ഷിച്ചിടുന്ന നാടായിട്ട് നമ്മുടെ നാട് മാറിയിട്ടില്ലേ? എൻ്റെ ജീവിതത്തിൽ ഒരു പാപത്തിൻ്റെ അവസ്ഥ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഓരോരുത്തരും ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടത്. നാട്ടില് പുകമണോ? പാപത്തിൻ്റെ പുകമണോ നാട്ടിൽ മുഴുവൻ? അതിൽ നിനക്കും എനിക്കും പറയാൻ പറ്റുമോ എൻ്റെ ജീവിതം വഴിയായിട്ട് പാപമില്ലാത്തൊരവസ്ഥയുണ്ട്? എൻ്റെ ഉള്ളിലും എൻ്റെ കൂട്ടത്തിലുള്ള എൻ്റെ മാതാപിതാക്കളുടെ ഉള്ളിലും ഈശോ വന്ന് പിറക്കുമെന്ന് പറയാനുള്ള ധൈര്യമുണ്ട് സ്നേഹമുള്ളവരെ. നമുക്കൊന്ന് ഓർത്ത് നോക്കാം, നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിൻ്റെ തായ്വഴികൾ ഏതൊക്കെയാണെന്നുള്ളത്. നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പാപം ഏതാണെന്ന് ആലോചിച്ച്. നമ്മൾ ഈ വലിയ കൊമ്പത്തെ ഫിലോസഫിയും കൊമ്പത്തെ സ്പിരിച്വാലിറ്റി ഒന്നും പറയേണ്ടെന്നേ. നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയൊരു ക്രമീകരണമെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ? ചില പാപത്തിൻ്റെ മുള്ളുകളെങ്കിലും ഒന്ന് പറിച്ചൊക്കെ ഈ ഒരു വാസങ്ങളിൽ ഈ ഒരു പുതിയ വർഷത്തിൽ നമുക്ക് മാറ്റാൻ പറ്റുമോ? ചിന്തിക്കുക. ഒരു സുന്ദരിക്കാക്കയുടെ കഥയൊക്കെ നമ്മൾക്ക് കേട്ടിട്ടുള്ളതൊക്കെ തന്നെയാണ്. നല്ലൊരു കൂടുണ്ടാക്കുക കാക്ക, ഏറ്റവും ഭംഗിയായിട്ട് ഇങ്ങനെ കൂടുണ്ടാക്കണോ, എൻ്റെ അവസാനം നോക്കിക്കഴിഞ്ഞിട്ട് അത് കൊത്തിയെടുക്കുമ്പോൾ ഒരു സ്വർണ്ണ നിറമുള്ള ഒരു കമ്പ് ആ കൂട്ടിൽ വെക്കാൻ നിൽക്കാം. അപ്പം എല്ലാവരും പറഞ്ഞു അതെടുക്കണ്ട കേട്ടാ, അതെടുക്കണ്ട, നിന്റെ കൂടിന് നാശ. അപ്പൊ ഈ സുന്ദരിക്കാക്ക് പറഞ്ഞു, അല്ല, ഇത് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ, ഇത് നല്ല ഭംഗിയുള്ളത്, അതുകൊണ്ട് കാണാൻ അട്രാക്റ്റീവ് ആന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അത് കൊണ്ടുപോയിട്ട് അതിൻ്റെ കൂട്ടിൽ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ പറക്കമുറ്റാത്ത അല്ലെങ്കിൽ പറക്കാൻ പറ്റാത്ത ഈ കുഞ്ഞുങ്ങളെ അതിൻ്റെ ഉള്ളിൽ വെക്കുക. എന്നിട്ട് ഈ കൂട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ അവരോട് താരാട്ട് പാടിയിട്ട് പറഞ്ഞു, ഞാൻ പോയിട്ട് ഭക്ഷണം എടുത്തിട്ട് വരാം, ഞാൻ നിങ്ങൾക്കുള്ള ഭക്ഷണം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവുക. അല്ലെങ്കിൽ അത് പറന്നു പോയിട്ട് ഭക്ഷണം എടുത്ത് തിരിച്ചു വരുമ്പോൾ കാണുന്നത് എന്താ? ആ കൂട് മുഴുവൻ കത്തി, കുഞ്ഞുവാവകൾ മുഴുവൻ ഇങ്ങനെ വെന്ത് നീറി ചത്ത് കിടക്കുന്ന കാഴ്ച ഈ സുന്ദരിക്കാക്ക് കാണും. അപ്പൊ ഈ കാണുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സുന്ദരിക്കാക്കനെ നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞില്ലേ? അപ്പൊ ഒരു ചോദിച്ചു, എന്തേ? ഈ സുന്ദരിക്കാക്ക് ചോദിച്ചു, എന്താ പറ്റി, എന്താണ് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ നശിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാ കൂട് തകർന്നേ? അപ്പൊ അവര് പറഞ്ഞു, നിന്റെ അടുത്ത് പറഞ്ഞില്ലേ, ആ കമ്പുകൾ എടുത്തു വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കമ്പ് എന്ന് പറയണത് അത് സ്വർണത്തിന്റെ കമ്പൊന്നും ഇല്ലായിരുന്നേ, അത് തീക്കട്ടയായിരുന്നു. തീക്കട്ട എടുത്തിട്ടാ നീ നിന്റെ കൂട്ടിൽ വെച്ചേ, അതുകൊണ്ട് ആ കൂടിങ്ങനെ പതുക്കെ കത്തിപ്പോയതാ. ഇത് കുഞ്ഞുങ്ങളോട് പറയണ കഥയാ സ്നേഹമുള്ളവരെ. പക്ഷെ ഈ കഥ എന്നോടും നിങ്ങളോടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ പറയണ കാര്യം എങ്ങനെയാ? എൻ്റെ ജീവിതത്തിൽ ഞാനിതുപോലെ എടുത്തു വെച്ചിട്ടുള്ള ചില കമ്പുകളില്ലേ, ചില ബാഡ് റിലേഷൻഷിപ്പ് ഇല്ലേ, ഈ സൈറ്റുകൾ, അശ്ലീല സൈറ്റുകളിലൊക്കെ കയറി ഇറങ്ങണ ഒരു ശീലമില്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ? ഈ ദിവസങ്ങളൊക്കെ ഒന്ന് വെറുതെ എടുത്ത് നോക്കി ആത്മീയ പ്രോഗ്രാമുകളുടെ അത് സബ്സ്ക്രൈബ് ചെയ്തവരുടെയും അത് കണ്ടവരുടെയൊക്കെ യൂട്യൂബിൽ കൊടുക്കുമ്പോൾ ഏറ്റവും മാക്സിമം ഒരു 5000-10000 ഒക്കെ നിൽക്കുമ്പോൾ ഇത്തരമൊക്കെയുള്ള അത് ചെറിയ കളറുള്ള നിറമുള്ള ചില കാഴ്ചകൾ ശരീരം കാണിക്കണതൊക്കെ വെച്ച് നോക്കുമ്പോൾ ലക്ഷങ്ങൾ കണ്ടുപോയവരുടെ എണ്ണം നമ്മുടെയൊക്കെ നാട്ടിലല്ലേ? ഗൂഗിളിൻ്റെ ഒക്കെ പുതിയ കണക്ക് വന്നേക്കല്ലേ, ചെറിയ പെൺകുട്ടികളാണ് ഇത്തരം അശ്ലീല സൈറ്റുകളൊക്കെ സ്ഥിരം സന്ദർശകരെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കണം നമുക്കൊക്കെ. അനീതി നിറഞ്ഞിരിക്കുന്ന, കർത്താവിൻ്റെ ഗേഹത്തിൽ വാഴുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന പാപകരമായ അവസ്ഥകൾ ഉണ്ടെങ്കിൽ ഈ ഈശോയെ നമുക്ക് കിട്ടില്ല എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഇത്തരം മേഖലകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിലൊന്ന് കുമ്പസാരിക്കുക. ഈ ദിവസങ്ങളിൽ നമുക്കൊന്നൊരു ആത്മാർത്ഥമായിട്ടൊരു കുമ്പസാരം ഈശോയുടെ മുമ്പിൽ പറയണം. ഇത് ഈശോയോട് പറയണം, ഈശോയെ തെറ്റി. ആ പാപിനിയായ സ്ത്രീ പറഞ്ഞതുപോലെ, ഈശോയെ ഞാൻ തെറ്റ് ചെയ്തവളാ,
പക്ഷെ എനിക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്നേഹമുള്ളവർ ഈ ദിവസങ്ങളിൽ ഈശോയുടെ അടുത്തേക്ക് വീഴാൻ പറ്റുമോ? അങ്ങനെ ഈശോയുടെ അടുത്തേക്ക് വീഴാനായിട്ട് പറ്റുമ്പോൾ ഈശോ ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ കണ്ണു തുറക്കുന്ന ഒരനുഭവത്തിലേക്ക് നമ്മൾ നിറയും എന്നുള്ളത് ഒന്നാമത്തെ സുവിശേഷമാണ്. പിന്നെ പാപത്തിന്റെ അവസ്ഥകൾ ഇങ്ങനെ മാറ്റാനായിട്ട് ജെറോമിനോട് ഈശോ പറയുന്ന പോലെ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്നോടും എന്നോടും ഈശോ പറയുന്നുണ്ട്. ഏതെങ്കിലും ഇങ്ങനെ തഴക്കദോഷത്തിന്റെ വഴികളുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ ഇങ്ങനെ ദുഷ്ടമായ രീതിയിലുള്ള സഞ്ചാരങ്ങൾ ഉണ്ടെങ്കിൽ, എൻ്റെ ഈശോയെക്കാൾ ഉപരിയായിട്ട് മറ്റുള്ള വസ്തുക്കളെ, വ്യക്തികളെ സ്നേഹിക്കണമൊക്കെ പാപത്തിന്റെ വഴികളുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പറയണം, അതൊക്കെ ഇന്ന് സ്റ്റോപ്പ് ചെയ്യുക. ആ പാപത്തിന്റെ അവസ്ഥകളൊക്കെ ഞാനിന്ന് പുൽക്കൂട്ടിലുള്ള ഈശോയെ ഇന്ന് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഈശോയുടെ കയ്യിൽ കൊടുക്കുക. ഈശോയോട് പറയും, ഈശോയെ നീ ഇതൊക്കെ ഒന്ന് കത്തി ചാമ്പലാക്കി താ. സങ്കടമുണ്ട് സ്നേഹമുള്ളവർ ഈ ദിവസങ്ങളിലൊക്കെ മറ്റുള്ളവരെയൊക്കെ ഇങ്ങനെ വേദനിപ്പിക്കുന്നവരുടെ എണ്ണത്തിൽ നമ്മളൊക്കെ സ്വന്തം സഹോദരങ്ങൾക്കെതിരെയൊക്കെ കൂടോത്രങ്ങൾ ചെയ്യുന്നത്. ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു വീട്ടിൽ പോയത് ഓർക്കുക. എൻ്റെ കൂടെ ഒരു പ്രാർത്ഥനയിൽ അത്ര അഭിഷേകമുള്ള ഒരു അച്ഛനും കൂടെ വന്ന് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, അടുത്ത മുറിയിലേക്കൊന്ന് പോകണമെന്ന് പറയാം. ടൈല് പൊട്ടിയിട്ടുള്ള ഒരു റൂമുണ്ട്, അവിടേക്കൊന്ന് ചെല്ലുമെന്ന് പറഞ്ഞിട്ട് ഫ്ലോറിൽ പോയപ്പോൾ ടൈല് എടുത്ത് മാറ്റാനായിട്ട് അച്ഛൻ പറയാം. അതിങ്ങനെ തുറന്ന് പൊളിച്ച് ആ പറയുന്ന ഭാഗം അങ്ങനെ പൊളിച്ചു നോക്കിയപ്പോൾ സ്നേഹമുള്ളവര് ഈ കൂടോത്രം ചെയ്തു വെച്ചേക്ക സ്വന്തം സഹോദരൻ ചേട്ടനെതിരെ. അവനൊരു കാലത്ത് നന്നാവരുതെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഏറ്റവും മോശമുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള അന്യദൈവങ്ങളെയൊക്കെ പൂജിപ്പിക്കുന്ന രീതിയിലൊക്കെയുള്ള കാര്യത്തിന്റെ നാശത്തിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഓർത്തു നോക്കി, ഞാൻ കാരണം അല്ലെങ്കിൽ നമ്മൾ വഴിയായിട്ട് മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടിയിട്ട് എന്തായുധങ്ങളൊക്കെയാണ് നമ്മൾ സൂക്ഷിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു മിനിയേച്ചർ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഫോമുകളൊക്കെയാണ്. മറ്റുള്ളവൻ വലുതാവണ കാണുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ടാകുന്ന അസ്വസ്ഥത. ഹെറോദസിന് പറ്റിയ പരിക്കഥ. ഹെറോദസ് എന്തിനാ ഇത്രയും കുഞ്ഞുങ്ങളെ, നിഷ്കളങ്ക ബാല്യങ്ങളെ കൊന്നത്? അതവനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത അസൂയയുടെ പേരില. അവനേക്കാൾ വലിയ ഒരു രാജാവ് ജനിച്ചെന്ന് വിചാരിച്ചിട്ടാണ് ആ കുഞ്ഞുങ്ങള് മുഴുവൻ ഇങ്ങനെ ചുട്ടുകരിക്കണേ. ആദ്യത്തെ രക്തസാക്ഷികളായിട്ട് ആ കുഞ്ഞുവാവകൾ മാറുന്നതിന്റെ കാരണം പറയണത് ഒരു മനുഷ്യന്റെ അനീതി നിറഞ്ഞ പ്രവർത്തനം കൊണ്ട്, മറ്റുള്ളവരെ തകർക്കാനുള്ള ആഗ്രഹത്തിന്റെ പേരിൽ. ഒരു ക്രിസ്തുമസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയം എന്നിട്ട് ഓർക്കണം, നമ്മളിതുപോലെ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുണ്ടാ? കഴിഞ്ഞ ദിവസം ഞാനൊരു വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരു മരമുട്ടി എനിക്കെടുത്ത് കാണിച്ചു തരാം. നോക്കച്ചാ, എനിക്കൊന്നും മനസ്സിലായില്ല സ്നേഹികൾ ഒരു പെട്ടെന്ന് കണ്ടപ്പോൾ. അത് കഴിഞ്ഞപ്പോൾ ഈ അമ്മ ഇരുന്ന് കരഞ്ഞിട്ട് പറയാ, അച്ഛാ നല്ലൊരു പ്ലാവായിരുന്നേ, ആ മുഴുവൻ വാടിപ്പോയി, അതിന്റെ ബാക്കിയാ. അപ്പൊ ഞാൻ വിചാരിച്ചു, ഈ അമ്മച്ചിക്ക് വട്ടായോ എന്നിട്ട് ഈ മരം എടുത്ത് വെക്കുന്നത് കത്തിക്കാൻ വെച്ച് ഇത് അച്ഛനെ കാണിക്കാൻ വേണ്ടി എന്നെ എടുത്തു വെച്ചതാ. പക്ഷെ എന്താ പ്രത്യേകത? ഞാൻ എടുത്ത് നോക്കുമ്പോഴേ അച്ഛൻ പറയാ, അച്ഛൻ്റെ അടുത്ത് എനിക്കിതിങ്ങനെ കാണിച്ചു തന്നിട്ട് പറയാം, അച്ഛൻ നോക്കച്ചാ ഇതിൻ്റെ ഉള്ളിൽ കമ്പി അടിച്ച് വെച്ചേക്കുക, രസടിച്ച് കയറ്റി വെക്കുക അതിൻ്റെ ഉള്ളിൽ, ഇത് വാടിപ്പോവാനായിട്ട്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അയൽപ്പക്കത്തിലുള്ളവര് ചെയ്തവരാ. എൻ്റെ തൊട്ടടുത്ത വീട്ടിലുള്ളതാ. ഞങ്ങളോട് അത് മുറിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ലൊരു മരമായതിൻ്റെ പേരിൽ, ഞങ്ങൾ പ്രകൃതിനെ സ്നേഹിക്കുന്ന പേരിൽ നിങ്ങൾക്ക് ഒരു സങ്കടവും ഇല്ലല്ലോ, ആ മരം അവിടെ നിന്നോട്ടെ എന്നൊരൊറ്റ കാരണം പറഞ്ഞതിൻ്റെ പേരിൽ രാത്രിയുടെ യാമങ്ങളിൽ അതുകൊണ്ട് മുറിച്ചു കളയുന്ന രീതിയിൽ അവർ ചെയ്ത കുടിലതന്ത്രങ്ങളാ. എൻ്റെ വീട്ടിലേക്ക് ചെറിയ ഇതിൻ്റെ ഇല വീഴുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്, മുരിങ്ങയുടെ ഇല വീഴുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ട് നമ്മൾ മാറുമ്പോൾ സ്നേഹമുള്ളവര്, നമ്മൾ ഈ ഈശോയുടെ സ്നേഹത്തിലൊക്കെ എവിടേക്ക് എത്തിയിട്ടുള്ളത്? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ പാപാവസ്ഥകളല്ലേ? അപരനെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ മനുഷ്യനെതിരെ, ദൈവത്തിനെതിരെ, പ്രകൃതിക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ഒരു വ്യാഖ്യാനം നമ്മളിങ്ങനെ അവസാനിപ്പിക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ ഒന്ന് ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ എന്നോട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ എന്താ? എൻ്റെ ശരീരത്തെ, എൻ്റെ മനസ്സിനെ, എൻ്റെ ആത്മാവിനെ വേദനിപ്പിക്കണ പാപത്തിന്റെ വഴികൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാനിന്ന് കണ്ടെത്തുക. ഞാൻ എൻ്റെ സഹോദരനെ വേദനിപ്പിക്കണ പാപങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ മറ്റുള്ളവർക്കെതിരെ പറയണ, പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നന്മയെ ആഗ്രഹിക്കാത്ത ഏതെങ്കിലും രീതിയിലുണ്ടാ പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഇനി ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ, പ്രകൃതിക്ക് നാശം സംഭവിക്കുന്ന രീതിയിലൊക്കെയുള്ള ഈ പ്രകൃതി വിരുദ്ധമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഈ 3 മേഖലകൾ ഇന്ന് ഈ ക്രിസ്തുമസിന്റെ ഒക്കെ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈശോ മിശിഹായുടെ മുൻപിൽ ഇരുന്നൊന്ന് ധ്യാനിച്ച് എൻ്റെ ജീവിതത്തിലുള്ള പാപാവസ്ഥകൾ അതിങ്ങനെ ഇന്ന് ഈ ദിവസം എടുത്ത് ഇങ്ങനെ പറിച്ചെടുത്ത് ഈശോയുടെ മുമ്പിൽ വെക്കുക. മനുഷ്യനെതിരെ ചെയ്ത തിന്മകളുണ്ടെങ്കിൽ സോറി എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് കൊടുക്കുക. പ്രകൃതിക്കെതിരെ ചെയ്തിട്ടുള്ള ദുരന്തങ്ങൾ ഉണ്ടെങ്കിൽ അവനിൽ നിന്ന് ഒളിച്ചു പോയത് കൊണ്ടാണ് ആദി മാതാപിതാക്കള് ദുരന്തത്തിന്റെ മക്കളായിട്ട് തീർന്നേ. കർത്താവ് വിളിച്ചു, മക്കളെ നിങ്ങൾ എവിടെയാ വാ. അപ്പൊ അവര് പറഞ്ഞ ഒരു പാപം ചെയ്തതിന്റെ പേരിൽ ഒളിച്ചിരുന്നു എന്ന് പറയുന്നത്.
ഒരുപക്ഷെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കണം ഞാനും നിങ്ങളൊക്കെ ഒളിച്ചിരിക്കുകയാണോ? പാപത്തിന്റെ ഒരു ചെറിയ സുഖത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നവരാണെങ്കിൽ ഇന്ന് ഈശോ പറയുന്നുണ്ട്, അതിൽ നിന്ന് നീ വാ. വിളിക്കില്ലേ? സക്യോസിനെ വിളിച്ചില്ലേ? സക്യോസെ, നീ ആ പാപത്തിന്റെ മലമുകളിൽ നിന്ന്, പാപത്തിന്റെ ആ സിക്കമൂർ മരത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വാ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ ആ പാപത്തിന്റെ മലമുകളിൽ നിന്ന് എന്ന് പറയുന്ന രീതിയിൽ ആ മരത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന ഉടനെ കർത്താവിന്റെ ഷെയ്ക്കിന്റെ അവന് കിട്ടുക. എന്നിട്ട് അവൻ പറയാ, നീ വാ, നിന്റെ വീട്ടിലേക്ക് വാ, നമുക്ക് ഒരുമിച്ച് പോവാം. എന്നിട്ട് അവന്റെ വീട്ടിൽ പോയിരിക്കുമ്പോൾ ഈശോ പറയുന്ന കാര്യം എന്താ? ഇന്ന് നിന്റെ ഭവനം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ വീട് രക്ഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ അനുഗ്രഹിക്കുക. അങ്ങനെയാണെങ്കിൽ കർത്താവ് ഇന്ന് എന്നെയും നിങ്ങളെയും വിളിക്കുന്നുണ്ട്. ആ പുൽക്കൂട്ടിലുള്ള മിശിഹ വിളിച്ചിട്ട് പറയുന്നുണ്ട് നമ്മളുടെ അടുത്ത്, നീ വാ, ജെറോമിനോട് പറഞ്ഞതുപോലെ നിന്റെ പാപം നീ ഇവിടെ ഏൽപ്പിക്കുക. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. എൻ്റെ ഈശോയെ സ്വീകരിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന പാപാവസ്ഥകൾ എന്നിലുണ്ടെങ്കിൽ എൻ്റെ ഈശോയെ നീ അത് മാറ്റി എന്നെ നിർമ്മല മാനസനാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന തഴക്ക ദോഷങ്ങൾ, എൻ്റെ ശരീരത്തിനെതിരായിട്ടുള്ള തിന്മകളെല്ലാം കണ്ണുകൊണ്ട്, എൻ്റെ കാതുകൊണ്ട്, എൻ്റെ നാവുകൊണ്ട്, എൻ്റെ കരങ്ങൾ കൊണ്ട്, എൻ്റെ കാലുകൾ കൊണ്ട് ചെയ്ത എൻ്റെ എല്ലാ പാപാവസ്ഥകളും ഈശോയെ മാറ്റിത്തരണേ. മറ്റുള്ളവർക്കെതിരെ ഞാൻ ചെയ്തിട്ടുള്ള പാപങ്ങൾ, ക്ഷമിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ വേദനിപ്പിച്ചവർ, അവരോട് ക്ഷമിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. എൻ്റെ ഈശോയെ, എൻ്റെ പ്രകൃതിയെ, അങ്ങ് നൽകിയ പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയിൽ ദൈവത്തിനെതിരെ ഞാൻ തിരിഞ്ഞ് പാപത്തിൻ്റെ വഴികളിലൂടെ പോയിട്ടുണ്ടെങ്കിൽ അത് മാറ്റി എന്നെ നിന്റെ സ്നേഹത്താൽ ഇന്ന് നിറയ്ക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.